Hello friends, chain surveying വരുന്ന instruments used in chain surveying എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെയിൻ സർവേയിങ്ങിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ചെയിൻ. ഇപ്പോൾ ടൈപ്സ് ഓഫ് ചെയിൻസ്, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെയിൻസ് ആർ യൂസ് ടു മെഷർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ്. അപ്പോൾ നമ്മൾ സർവേയിങ്ങിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ചെയിൻസ് യൂസ് ചെയ്യുന്നത്. Chains are formed of straight links of galvanized mild steel wire called links. അപ്പോൾ നമ്മളൊരു ചെയിൻ നോക്കുമ്പോൾ, ചെയിനിൻ്റെ ഒരു ചെയിൻ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് പല ലിങ്ക് ബൈ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് മൊത്തത്തിൽ നമുക്ക് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഓരോ ലിങ്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ തിക്നെസ് പറഞ്ഞിരിക്കുന്നത് 4 mm ഓർ 8 സ്റ്റാൻഡേർഡ് വയർ ഗേജ് തിക്നെസ് എന്നാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിക്നെസ് ഓഫ് ലിങ്ക്സ് ഇൻ ചെയിൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 4 mm തിക്ക് ഓർ 8 സ്റ്റാൻഡേർഡ് വയർ ഗേജ്. The end of each link are bent into a loop and connected together by means of 3 oval rings. അപ്പോൾ നമ്മൾ ചെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ലിങ്കും കണക്ട് ചെയ്തിരിക്കുന്നത് 3 ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയിൻ ലിങ്ക് ബൈ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്ത് എടുക്കുന്നത്. The end of the chain is provided with brass handles. ഇപ്പോൾ ചെയിനിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും 2 ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രാസ് ഹാൻഡിലിനെ പിടിച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുന്ന വർക്കേഴ്സ് ഈ ചെയിനിനെ മൂവ് ചെയ്യുന്നതും മുമ്പോട്ട് നീക്കി മെഷർമെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. The length of the chain is measured from the outside of one handle to the outside of other handle. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഇതൊരു 20 മീറ്റർ ചെയിനിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഒരു ചെയിനിന് 20 മീറ്റർ ലെങ്ത് നമ്മൾ പറയുമ്പോൾ അത് ആ 20 മീറ്റർ മെഷർ ചെയ്യുന്നത് ഒരു ബ്രാസ് ഹാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അടുത്ത ബ്രാസ് ഹാൻഡിലിൻ്റെ എൻഡ് വരെയാണ്. അതായത് അതിൻ്റെ ഔട്ട്സൈഡ് കോർണേഴ്സ്, ഔട്ട്സൈഡ് തൊട്ട് ഔട്ട്സൈഡ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഒരു ചെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. The length of the link is the distance between centers of the 2 consecutive middle rings. അപ്പോൾ ലിങ്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് 3 ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ നടുക്ക് വരുന്ന മിഡിൽ റിങ് തൊട്ടടുത്ത ലിങ്ക് കഴിഞ്ഞ് വരുന്ന മിഡിൽ റിങ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്നും പറയുന്നത്. ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് എ ടെസ്റ്റഡ് ചെയിൻ ഇസ് 1 in 1000. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ചെയിനിൻ്റെ ഡിഗ്രി ഓഫ് ആക്യുറസി എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1 in 1000. ഇനി ടൈപ്സ് ഓഫ് ചെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രോഡ്ലി നമുക്ക് ചെയിൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെട്രിക് ചെയിൻസ് ആൻഡ് നോൺ മെട്രിക് ചെയിൻസ്. അപ്പോൾ മെട്രിക് ചെയിൻസ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് മനസ്സിലാവും, മീറ്റേഴ്സിലായിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നോൺ മെട്രിക് ചെയിൻസ് വരുമ്പോൾ ഫീറ്റിലായിരിക്കും മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ മെട്രിക് ചെയിൻസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ലെങ്ത്സ് ഓഫ് 20 meter and 30 meter. The 20 meter chain contains 100 links and 30 meter chain contains 150 links. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. 20 മീറ്റർ ചെയിനിൽ 20 മീറ്റർ മെട്രിക് ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ട്, അതേപോലെ 30 മീറ്റർ മെട്രിക് ചെയിൻസിൽ എത്ര ലിങ്ക്സ് ഉണ്ട് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1 link of both the type of chain measures 20 centimeters. അപ്പോൾ ഒരു 20 മീറ്റർ ചെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 100 ലിങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്ര എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 20 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതേപോലെ തന്നെ 30 മീറ്റർ ചെയിന് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിങ്ക്സ് 150 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 20 സെൻറ്റിമീറ്ററിന് ലെങ്ത് ഓഫ് ദ ലിങ്ക് കിട്ടും. ബ്രാസ് റിങ്സ് അറ്റ് 1 meter ലെങ്ത് ആൻഡ് ബ്രാസ് ടാലീസ് അറ്റ് 5 meter ലെങ്ത്. അപ്പോൾ ഈ ചെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ 1 മീറ്റർ ലെങ്ത് വരുന്നിടത്തെല്ലാം ഒരു ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 ഓവൽ റിങ്സിൽ തന്നെ 1 മീറ്ററിൻ്റെ മെഷർമെൻറ്റ് എത്തുമ്പോഴേക്കും അവിടെ ഒരു ബ്രാസ് റിങ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് മെഷർമെൻറ്റ് എടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം ലെങ്ത്ത് മെഷർ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാസ് റിങ്സ് 1 meter ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 5 meter ഗ്യാപ്പിൽ ബ്രാസ് ടാലീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ 5 മീറ്റർ ലെങ്ത്തിൽ വരുന്ന ടാലിയുടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, 10 മീറ്ററിലും അതേപോലെ 15 മീറ്ററിലും വരുന്ന ടാലികളുടെ ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര മീറ്റർ ഇൻ്റർവെല്ലാണ്, അതേപോലെ ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര മീറ്റർ ഇൻ്റർവെല്ലാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ചെയിൻ നോൺ മെട്രിക് ചെയിൻ. അപ്പോൾ നോൺ മെട്രിക് ചെയിൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ മെഷർമെൻറ്റ് മീറ്റേഴ്സിലല്ല വരുന്നത്, പകരം ഫീറ്റിലാണ് വരുന്നത്. അപ്പോൾ നോൺ മെട്രിക് ചെയിൻസിൽ 3 ടൈപ്പ് ഉണ്ട്: എഞ്ചിനീയേഴ്സ് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ ആൻഡ് റവന്യൂ ചെയിൻ. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്ന ചെയിനിന് 100 ഫീറ്റാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അതിൽ നമ്പർ ഓഫ് ലിങ്ക്സ് ചോദിക്കുകയാണെങ്കിലും 100 ലിങ്ക്സ് ആണ്.
അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലിങ്കിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. അപ്പോൾ ഓർത്തോളുക, എഞ്ചിനീയേഴ്സ് ചെയിനിൽ 100 ലിങ്ക്സ് ഉണ്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. ഇനി അടുത്ത ടൈപ്പ് ഗണ്ടേഴ്സ് ചെയിൻ ഓർ സർവേയേഴ്സ് ചെയിൻ. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ്. ഇതിലും 100 ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? ടോട്ടൽ ലെങ്ത് 66 ആണ്. 100 ലിങ്ക് ഉണ്ട് എങ്കിൽ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.66 ഫീറ്റ് ആയിരിക്കും. മൂന്നാമത്തേതാണ് റവന്യൂ ചെയിൻ. ഈ റവന്യൂ ചെയിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ കഡസ്ട്രൽ സർവേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. കഡസ്ട്രൽ സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലോട്ട് ബൗണ്ടറീസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റവന്യൂ ചെയിനാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 33 ഫീറ്റ് ആണ്. ഇതിൽ 16 ലിങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ടോട്ടൽ 33 ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ ഈ നോൺ മെട്രിക് ചെയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ മെട്രിക് ചെയിൻസിൻ്റെ കേസിലും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതായത് ഈ ഓരോ ടൈപ്പ്, അതായത് സർവേയേഴ്സ് ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, അതേപോലെ എഞ്ചിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത് എത്രയാണ്, അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ്, അതേപോലെ റവന്യൂ ചെയിനിലും എത്ര ലിങ്ക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നൊക്കെ പലപ്പോഴും മാറി മാറി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ടൈപ്സ് ഓഫ് ചെയിൻസ് പറഞ്ഞു, ചെയിൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ചെയിൻസിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ തിക്നെസ് എത്രയാണ്, അതെന്ത് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ ലിങ്ക്സിനെ കണക്ട് ചെയ്യുന്നത് 3 ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്ക് 2 അറ്റത്തുമായിട്ട് ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഗ്രി ഓഫ് ആക്യുറസി 1 in 1000 ആണെന്ന് പറഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് ചെയിൻസ്, മെട്രിക് ചെയിൻസിലും നോൺ മെട്രിക് ചെയിൻസിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഓരോന്നിലും വരുന്നുണ്ട്, ഓരോ ലിങ്കിൻ്റെ ലെങ്ത് എത്രയാണ്. പിന്നെ ഇതിൻ്റെ മെട്രിക് ചെയിൻസിൽ തന്നെ ബ്രാസ് ടാലീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെയൊക്കെയാണ് ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എത്ര മീറ്റർ ഗ്യാപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്, ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ടെസ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ചെയിൻ. അപ്പം ഈ ചെയിൻ നമുക്കറിയാം മെറ്റൽ മെയ്ഡാണ്. ഇപ്പം മെറ്റൽ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിന് ഈ ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം, അതായത് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം കുറച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ ടൈമിലും, ഇപ്പം മെഷർമെൻറ്റ് എടുക്കുന്ന ടൈമിലും കുറച്ച് നമ്മൾ ചെയിൻ വലിച്ചു പിടിക്കുന്ന ആ പുള്ളിൻ്റെ എഫക്റ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പുള്ളല്ല, കുറച്ച് നമ്മൾ കൊടുക്കുന്ന പുള്ളിൻ്റെ സ്ട്രെങ്ത് കുറവാണ് എങ്കിലൊക്കെ സാഗിങ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് കുറച്ച് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെർമിറ്റഡ് എറേഴ്സ് എത്ര ആണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ 1 മീറ്റർ മെഷർമെൻറ്റിൽ പെർമിറ്റഡ് എറർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ±2 mm ആണ്. 5 മീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റിൽ ±3 mm, 20 മീറ്റേഴ്സിൽ ±5 mm, 30 മീറ്റേഴ്സിൽ ±8 mm ആണ് നമുക്ക് എറർ പറഞ്ഞിരിക്കുന്നത്. Chains are tested using steel tapes at a standard temperature of 20 degrees Celsius with 8 kilogram pull. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചെയിൻസിൻ്റെ ലെങ്ത്ത്, ഇപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഒരു ചെയിന് അതാദ്യം ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ലെങ്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടേപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടേപ്സിനെ കുറിച്ച് പിന്നീട് നമ്മൾ താഴെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേപ്സ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ ചെയിൻസ് വലിച്ചു പിടിക്കാൻ നേരം ഒരു സ്റ്റാൻഡേർഡ് പുള്ള്, അതായത് നമ്മൾ കൊടുക്കേണ്ട ഒരു പുള്ളിങ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് 8 കിലോഗ്രാം പുൾ. ടെമ്പറേച്ചറും പറയുന്നുണ്ട് 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയിൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 20 ഡിഗ്രി സെൽഷ്യസും 8 കിലോഗ്രാം പുള്ളും ഓർത്തോണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റിലേക്ക് കിടക്കാം, ടേപ്സ്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ കൂട്ട് തന്നെ ചെയിൻസിൻ്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ, അതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ നമ്മൾ ടേപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെയിൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ടേപ്സ്. ഇനി ടേപ്സ് തന്നെ പല ടൈപ്പുകളുണ്ട്, ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഓഫ് മാനുഫാക്ചറിങ് ടേപ്സ്. അപ്പോൾ ഇതിലും പല ആക്യുറസി റേഞ്ചുകളുണ്ട്. ആദ്യത്തേത് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. അപ്പോൾ ഏറ്റവും കുറവ് ആക്യുറസി ഉള്ള ടൈപ്പ് ടേപ്പാണ് ഈ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. അപ്പോൾ ക്ലോത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മോയ്സ്ചർ വേരിയേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നനയുവാണെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റിലൊക്കെ ഒരുപാട് എറേഴ്സ് സംഭവിക്കാം. ഇറ്റ് ഈസ് ഈസിലി അഫക്റ്റഡ് ബൈ മോയ്സ്ചർ. വളരെ റഫായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്സ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ക്ലോത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് മെറ്റാലിക് ടേപ്സ്. മെറ്റാലിക് ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിനൻ തന്നെ ആയിരിക്കും, പക്ഷേ വാർണിഷ്ഡ് ലിനൻ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെറ്റലിൻ്റെ വയേഴ്സ് ഇൻ്റർവോവൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ
ആക്യുറസി കൂടുതലായിരിക്കും ഈ മെറ്റാലിക് ടേപ്സിന് കമ്പയർ ടു ലിനൻ ടേപ്സ്. വാർണിഷ്ഡ് സ്ട്രിപ്പ് ഓഫ് വാട്ടർ പ്രൂഫ് ലിനൻ ഇൻ്റർവൂവൺ വിത്ത് സ്മോൾ വയേഴ്സ് ഓഫ് കോപ്പർ ഓർ ബ്രാസ് ഓർ ബ്രോൺസ്. അടുത്തത് സ്റ്റീൽ ടേപ്പ്. ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചെയിൻ്റെ ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടേപ്പാണ് സ്റ്റീൽ ടേപ്പ്. അവസാനത്തേത് ഇൻവേർട്ട് ടേപ്പ്. ഇൻവേർട്ട് ടേപ്പാണ് ഏറ്റവും PSCയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ടേപ്സിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻവേർട്ട് ടേപ്പിനെ കുറിച്ചാണ് എപ്പോഴും വരാറുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ്, ഏറ്റവും പ്രിസൈസ് ആയിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ടേപ്പാണ് ഇൻവേർട്ട് ടേപ്പ്. Invert tape is used for accurate measurements in geodetic survey. Alloy of nickel and steel. അപ്പോൾ ഈ ഇൻവെർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ. വളരെ കുറഞ്ഞ കോയിഫിഷ്യൻ്റ് ഓഫ് തേർമൽ എക്സ്പാൻഷൻ ഉള്ള ഒരു മെറ്റീരിയലാണ് ഇൻവെർ. അപ്പം കുറഞ്ഞ കോയിഫിഷ്യൻ്റ് ഓഫ് തേർമൽ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ചേഞ്ചസ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തിൽ വരുന്ന ചേഞ്ചസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് ഇൻവേർട്ട് ടേപ്പ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻവേർട്ട് ടേപ്പിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഈ ഒരു പോയിൻ്റാണ് ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ്, ഇൻക്ലൂഡിങ് ജിയോഡറ്റിക് സർവേയിലും അതേപോലെ സർവേ ഓഫ് ഇന്ത്യ, അവരൊക്കെ ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ്, പ്രിസൈസ് മെഷർമെൻറ്റ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ടേപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻവേർട്ട് ടേപ്പാണ്. അതേപോലെ ഇൻവേർട്ട് ടേപ്പിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ ഇൻക്ലൂഡിങ് ദ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നിക്കൽ 36%, സ്റ്റീൽ 64%. അപ്പോൾ ഇതായിരുന്നു ടേപ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പെർമിസിബിൾ എറേഴ്സ് ഇൻ ചെയിനിങ്. അപ്പോൾ ഈ ടേപ്പും ചെയിനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിനിങ് എന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയിനിങ്ങിന് വരാവുന്ന പെർമിസിബിൾ എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സിലുള്ള എറേഴ്സ് പറഞ്ഞു. ഇതിപ്പം ടേപ്പും ചെയിനും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാവുന്ന പെർമിസിബിൾ എറേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. ചെയിനിൻ്റെ കേസ് ആദ്യം പറയാം. ഫോർ റഫ് ആൻഡ് ഹില്ലി സോൺ. അപ്പോൾ ഹില്ലി സോണിലൊക്കെ മെഷർമെൻറ്റ് എടുക്കാൻ നേരം വരാവുന്ന പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് 1 in 250 ആണ്. ഇനി ആവറേജ് കണ്ടീഷൻസ് ഓഫ് ഗ്രൗണ്ട് ആണ് എങ്കിൽ 1 in 500 ആണ്. ലെവൽ ഗ്രൗണ്ടിലാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെങ്കിൽ പെർമിസിബിൾ എറർ എന്ന് പറയുന്നത് 1 in 1000 മാത്രമാണ്. ഇനിയും ടേപ്പിൻ്റെ കേസ് പറയാം. ടേപ്പിൻ്റെ കേസ് പറയുമ്പോൾ റഫ് മെഷർമെൻറ്റ് 1 in 1000 മാത്രമേ ആകാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ചെയിനിനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് ടേപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേപ്പിൻ്റെ റഫ് മെഷർമെൻറ്റിൽ വരുന്ന എറർ പോലും 1 in 1000 ആകാൻ പാടുള്ളൂ. കുറച്ചുകൂടെ അത്രയും പ്രിസൈസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ കെയർഫുൾ മെഷർമെൻറ്റ് ഓൺ ലെവൽ ഗ്രൗണ്ട് 1 in 2000 യൂസിങ് ഇൻവേർട്ട് ടേപ്പ്. ഇനി ഇൻവേർട്ട് ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് ആണ് എങ്കിൽ എറർ പെർമിറ്റഡ് എന്ന് പറയുന്നത് 1 in 10,000 ആണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇൻവേർട്ട് ടേപ്പ് തരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിലെ പെർമിസിബിൾ എറർ എന്ന് പറയുന്നത് 1 in 10,000 ആണ്. ഇനി നമുക്ക് ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ്ങിൽ ചെയിൻ പഠിച്ചു, ടേപ്പ് പഠിച്ചു. ഇനി ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ്. ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയിനിങ് പ്രോസസ്സ് ചെയ്യാൻ നേരം പോയിൻറ്റ്സ്, ഒരു ചെയിൻ്റെ ലെങ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 100 മീറ്റർ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ ചെയിൻ്റെ ലെങ്ത് 20 മീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 20 മീറ്റർ നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ആരോ പ്ലേസ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അതേ ചെയിൻ വെച്ച് തന്നെ വീണ്ടും നമ്മൾ 20 മീറ്റർ മെഷർ ചെയ്യുന്നു, വീണ്ടും ഒരു ആരോ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും ചെയിനിൻ്റെ ലെങ്ത് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ആരോ പ്ലേസ് ചെയ്ത് ചെയിനിൻ്റെ ലെങ്ത് അത്രയും കവർ ചെയ്തു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോസ് യൂസ് ചെയ്യുന്നത്. Arrows are made of good quality hardened steel wire of 4 mm diameter. The arrows are made of 400 mm in length and are pointed at one end and the other end is bent into a loop or a circle. Each chain is accompanied by 10 arrows. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓരോ ചെയിൻ്റെ കൂടെയും 10 arrows ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ് ടു മാർക്ക് ദ എൻഡ് ഓഫ് ഈച്ച് ചെയിൻ ലെങ്ത്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ ഒരു എൻഡ് ഒരു പോയിൻറ്റഡ് എൻഡ് ആയിരിക്കും നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ എൻഡിൽ ഒരു ചെറിയ ലൂപ്പിൻ്റെ ഷേപ്പിലായിരിക്കും ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചെയിൻ്റെ കൂടെയും 10 arrows ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രോസ് സ്റ്റാഫ് ഓർ ഒപ്റ്റിക്കൽ സ്ക്വയർ ഓർ പ്രിസം സ്ക്വയർ. അപ്പം ഈ ക്രോസ് സ്റ്റാഫ്, ഒപ്റ്റിക്കൽ സ്ക്വയർ, പ്രിസം സ്ക്വയർ എന്നുള്ളതൊക്കെ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, പക്ഷേ ഒരേ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ ചെയിനിങ് ചെയ്യാൻ നേരം നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഓഫ്സെറ്റ് എടുക്കണമെങ്കിൽ
ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മളിപ്പം ചേഞ്ച് ചെയ്യാൻ നേരം ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് പ്ലാനിൽ മാർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്കൊരു മെഷർമെൻറ്റ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമുക്കൊരു ഡീവിയേഷൻ എടുക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ആംഗിളിൽ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ക്രോസ് സ്റ്റാഫ്, ഒപ്റ്റിക്കൽ സ്ക്വയർ, പ്രിസം സ്ക്വയർ എന്നിവ. അപ്പോൾ യൂഷ്വലി കോമൺ ആയിട്ട് വരുന്ന 90 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നത്. Instrument used for setting out offsets from the chain to objects on the field at certain angles. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫിൻ്റെ ഫിഗർ. അപ്പോൾ ഈ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്ത് നമുക്ക് 90 ഡിഗ്രിയിൽ ലൈൻസ് ഡ്രോ ചെയ്യാൻ പറ്റും. ഡ്രോ ചെയ്യുന്നല്ല, ഫീൽഡിൽ 90 ഡിഗ്രിയിൽ നമുക്ക് ലൈൻസ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റേഞ്ചിങ് റോഡ്സ്. റേഞ്ചിങ് റോഡ്സ് ആർ യൂസ് ടു റേഞ്ച് സം ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഇൻ ദ സർവേ ലൈൻ. അതായത് ഇപ്പം നമ്മൾ ഒരു 100 മീറ്ററിൽ നമ്മൾ ലൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഞ്ചിങ് റോഡ് പ്ലേസ് ചെയ്തിട്ടാണ് ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ലെങ്ത് ഓഫ് ദ റേഞ്ചിങ് റോഡ് ഇസ് either 2 meter or 3 meter. ഇറ്റ് ഈസ് പെയിൻറ്റഡ് ഇൻ ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ റെഡ് ആൻഡ് വൈറ്റ്. ഈ ഫിഗറിൽ കാണുന്ന തൊട്ട് തന്നെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ളതായിരിക്കും റേഞ്ചിങ് റോഡ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു എൻഡ് പോയിൻറ്റഡ് ആണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു സർവേ ലൈനിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് നടുക്ക് വരുന്ന പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓഫ്സെറ്റ് റോഡ്. ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ക്രോസ് സ്റ്റാഫൊക്കെ യൂസ് ചെയ്ത് ഓഫ്സെറ്റ്സ് എടുക്കുമെന്ന്. അപ്പോൾ ഈ എടുക്കുന്ന ഓഫ്സെറ്റ്സിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ്സാണ് ഈ ഓഫ്സെറ്റ് റോഡ്സ്. ഓഫ്സെറ്റ് റോഡ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഓഫ്സെറ്റ് ഓഫ് ഷോർട്ട് ലെങ്ത്സ്. ഇറ്റ് ഇസ് സിമിലർ ടു എ റേഞ്ചിങ് റോഡ്. ഈ റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ റേഞ്ചിങ് റോഡിന് സിമിലർ ആയിട്ട് ഇതേപോലെ ഓൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ് സ്ട്രിപ്സിലൊക്കെ ബാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് റോഡും മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അടുത്തത് പെഗ്സ്. ഈ താഴെ കാണുന്ന ഈ വുഡൻ ടിമ്പർ പീസസ് ആണ് നമ്മളതിനെ പെഗ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ റോഡ്സ് മെയ്ഡ് ഫ്രം ഹാർഡ് ടിമ്പർ ആൻഡ് ടാപ്പേർഡ് അറ്റ് വൺ എൻഡ്. Generally 25 mm square and 15 centimeters long wooden pegs are used to mark the position of the station. അപ്പം നമ്മൾ ചെയിനിങ് ചെയ്യാൻ നേരം ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേഷൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് ഷാർപ്പായിരിക്കും. അപ്പം മേളത്തെ സർഫസ് നമ്മൾ ഹാമറോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഈ പെഗ്സ് അടിച്ച് ഗ്രൗണ്ടിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 15 centimeters ആയിരിക്കും. ഇത് ടിമ്പർ യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ പെഗ്സ്. അവസാനത്തേത് പ്ലം ബോബ്. ഇപ്പോൾ പ്ലം ബോബും നമ്മളൊക്കെ സർവേയിങ്ങിൽ, പ്രത്യേകിച്ച് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെയിനിങ്ങിൽ പ്ലം ബോബിൻ്റെ ആവശ്യം വരുന്നത് സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ചെയിനിങ് ചെയ്യാൻ നേരം നമുക്ക് ആ ഡയറക്റ്റ് വെർട്ടിക്കൽ ആ ഒരു പോയിന്റ് നമുക്ക് താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കലി കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്ന് ഗ്രൗണ്ടിലേക്ക് ആ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലം ബോബാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ത്രെഡ് ഉണ്ടായിരിക്കും, ഒരു ഹാങ്ങിങ് പോർഷനുണ്ട്, ഏറ്റവും താഴെ നമ്മുടെ പ്ലം ബോബും ഉണ്ട്. While chaining along sloping ground, a plumb bob is required to transfer the points to the ground. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയിൻ സർവേയിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയിൻ സർവേയിങ് പ്രോസസ്സും അതിൻ്റെ ചില ടെക്നിക്കൽ ടേംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.